കമ്പനീസ് ആക്ട് സെക്ഷൻ 188 ലംഘനം നടന്നതായും ROC റിപ്പോർട്ടിൽ പറയുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും ചിലത് പറഞ്ഞു. അവരുടെ വിശദീകരണങ്ങൾക്ക് വിരുദ്ധമാണ് ഇപ്പോൾ പുറത്തുവരുന്ന രേഖകൾ തെളിയിക്കുന്നത്. എക്സോലോജിക്കിന്റെ ഭാഗം കേൾക്കാതെയാണ് ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവിട്ടതെന്നായിരുന്നു തുടക്കം മുതൽ മുഖ്യമന്ത്രിയുടെയും CPMന്റെയും പ്രധാന വാദം. എന്നാൽ ROC വിശദാംശങ്ങൾ തേടിയിട്ടും എക്സോലോജിക്കിന് ഒരു രേഖ പോലും ഹാജരാക്കാനായില്ല എന്നതാണ് ബംഗളൂരു ROCയുടെ റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാകുന്നത്. EDക്കും CBIക്കും അന്വേഷണം പോകുവാനുള്ള സാധ്യതയുമുണ്ട്. രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണെന്ന വാദം ഇവിടെ വിലപ്പോകില്ല. ഇതിന് കാരണം CMRൽ സർക്കാർ കമ്പനിയായ KSIDക്കുള്ള ഓഹരിയാണ്. അതുകൊണ്ട് തന്നെ ഖജനാവുമായി ബന്ധപ്പെട്ടതാണ് ഈ വിഷയമെല്ലാം. ആർക്കും പരാതി നൽകുവാനും വിശദീകരണം ചോദിക്കാനുമെല്ലാം കഴിയും. ഷോൺ ജോർജാണ് പരാതിക്കാരൻ. ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് ഷോൺ ജോർജ് തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ഈ പരാതിയും കേസുമെല്ലാം ആർക്കും അട്ടിമറിക്കാൻ കഴിയുകയുമില്ല. അഴിമതിയും കള്ളപ്പണം വെളുപ്പിക്കലുമാണ് ആരോപണത്തിൽ. എക്സോലോജിക് എന്ന കമ്പനി പ്രവർത്തനം നിർത്തുവാൻ നൽകിയ അപേക്ഷയും നിയമവിരുദ്ധമാണെന്ന് ROC കണ്ടെത്തിയിട്ടുണ്ട്.